പറഞ്ഞു വെച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പരാതികളിൽ മലക്കം മറിഞ്ഞ യുവതി രാഹുലിനെതിരെ പരാതിപ്പെട്ടത് വീട്ടുകാരുടെ നിർബന്ധത്താലാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് മർദ്ദിച്ചത് എന്ന് പറയാൻ വീട്ടുകാർ നിർബന്ധിച്ചു. രാഹുൽ തന്നോട് നന്നായിട്ടാണ് പെരുമാറിയത്. ഭർത്താവിനെതിരെ പറഞ്ഞതെല്ലാം നുണയെന്നും അതിൽ പശ്ചാത്താപമുണ്ട് എന്നും പെൺകുട്ടി പറഞ്ഞു. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോടെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറിക്കുമെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു. ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക, ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല. രാഹുലേട്ടനായിട്ട് മാത്രമേ, രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. കല്യാണത്തിൻ്റെ എല്ലാ മിക്ക ചിലവുകളും രാഹുലേട്ടനാണ് നടത്തിയത്. ഈവൻ കല്യാണത്തിൻ്റെ റിങ്ങും അതിൻ്റെ എന്താ പറയുക ഡ്രസ്സും എല്ലാം, ഞാനിട്ട എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിത്തന്ന രാഹുലേട്ടനാണ്. എല്ലാ ചിലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു. ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്കിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പറയേണ്ട റീസൺ, എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത്. 2 പ്രാവശ്യം തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. അപ്പോൾ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ. തല്ലിയപ്പോൾ എന്താണ് ആ തല്ലലാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു. അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു. അത് കോംപ്രമൈസ് ചെയ്തു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, വലിയ ട്വിസ്റ്റാണ് ഈ പന്തീരാങ്കാവ് കേസുമായി ബന്ധപ്പെട്ട്. കാരണം വലിയ വാർത്തയായ സംഭവമാണ്. വലിയ പീഡനം അനുഭവിച്ച ഒരു കുട്ടിയെന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ്, ഒരു മാറ്റം ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ വീട്ടുകാരെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിയാണോ ഇപ്പോൾ യുവതിയുടെ സംഭാഷണം?
അതെ രഞ്ജിത്ത്, വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് താൻ ഇത്തരത്തിൽ രാഹുലിനെതിരെ ഒരു പരാതി ഉന്നയിച്ചത്. ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ തന്നോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ തന്റെ വീട്ടുകാരോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വീഡിയോയിലൂടെ പുറത്തു വരുന്നത്. ഇതിനെതിരെ ഈ ഒരു സ്ത്രീധനവും മറ്റു കേസുകളും ഉൾപ്പെടെ, അതായത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കേസുകൾ ഇതിലേക്ക് വലിച്ചിഴച്ച് നിയമവൃത്തങ്ങളെ ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു കേസ് കൊണ്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് അവർ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെൺകുട്ടി വീഡിയോയിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു, അതായത് അങ്ങേയറ്റം കേരളത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സ്ത്രീധന പീഡന കേസ്, അല്ലെ ഗാർഹിക പീഡന കേസായിരുന്നു പന്തീരങ്കാവ്. അതിലുണ്ടാകുന്ന ഈ ട്വിസ്റ്റും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു പെൺകുട്ടി, ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി എടുക്കുന്ന നിലപാടുകളിലെ അവ്യക്തതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വേണം പറയാൻ. കാരണം ആദ്യം ഒരു ഘട്ടത്തിൽ ഭർത്താവിന്റെ അമ്മയും സഹോദരിയും ചേർന്ന് 7 ദിവസത്തിനുള്ളിൽ, അതായത് വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ താൻ ആ വീട്ടിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനം അസഹനീയമായിരുന്നു, ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു എന്ന് നമ്മളോട് തന്നെ വെളിപ്പെടുത്തിയ ഒരു പെൺകുട്ടിയാണ്. നമ്മൾ തന്നെ നേരിട്ട് ന്യൂസ് 18 തന്നെ നേരിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് സംസാരിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിന് ഘടകവിരുദ്ധമായി പെൺകുട്ടിയുടെ വീഡിയോ വരുന്നു. പ്രത്യേകിച്ചും അതിലെ പ്രധാനപ്പെട്ട അലിഗേഷൻ ആയിരുന്നു സ്ത്രീധന പീഡനമായിരുന്നു എന്നുള്ളത്. സ്ത്രീധനം ആവശ്യപ്പെട്ടു, 150 പവനും കാറും ആവശ്യപ്പെട്ടു. അതല്ലെങ്കിൽ ഗാർഹിക പീഡനം, ഈ പെൺകുട്ടിക്ക് നേരെ ഗാർഹിക പീഡനം അഴിച്ചുവിട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലെ പ്രധാനപ്പെട്ട അലിഗേഷൻ. ഈ പെൺകുട്ടിയെ ചാർജറിന്റെ കേബിൾ കൊണ്ട് കഴുത്തിന് ചുറ്റി മുറുക്കി, അതുപോലെ ബെൽറ്റ് കൊണ്ട് അടിച്ചു, തല പിടിച്ച് ഭിത്തിയിലിടിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു ഘട്ടത്തിൽ വലിയ ആരോപണവുമായി ഈ രാഹുലിനെതിരെയും, അതുപോലെ തന്നെ നമ്മളുടെ റിപ്പോർട്ടർ തന്നെ രാഹുലിന്റെ ഫാമിലിയുമായി സംസാരിച്ചപ്പോൾ ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആജ്ഞ? ഈ പെൺകുട്ടിയുടെ ആരോപണത്തിന്റെ ഈ പരാതികളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ രാഹുൽ അറസ്റ്റിലാണ്. ഈ മാതാപിതാക്കൾ മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ കാര്യമായി തന്നെ? ഇല്ല രഞ്ജിത്ത്, മറ്റൊരു നിയമ നടപടിയും ഇപ്പോൾ പുരോഗമിച്ചില്ല. പക്ഷേ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇതുവരെയുള്ള നീക്കുപോക്കുകൾ ഒക്കെ വെള്ളത്തിലാകുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ പോലീസ് ആദ്യ ഘട്ടത്തിൽ ഇതിലൊരു നിലപാടെടുത്തിരുന്നു. പോലീസിനെ പരാതി ചൂണ്ടുവിരലിൽ നിർത്തിയാണ് CI മോശമായി പെരുമാറി. CIക്ക് SHOയ്ക്ക് അന്ന് സസ്പെൻഷൻ നേരിടുന്ന സാഹചര്യമുണ്ടായി. പുതിയ അന്വേഷണ സംഘം ഉണ്ടാകുന്നു. അങ്ങനെ അന്വേഷണ സംഘം കൊച്ചിയിലെത്തിയിട്ട് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിട്ട് മൊഴിയെടുപ്പ് നടത്തുന്നു. ഇങ്ങനത്തെ പന്തീരങ്കാവിലേക്ക് കോടതിയിലേക്ക് പെൺകുട്ടിയെ മൊഴിയെടുക്കാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ നിയമ നടപടികൾ ഒരുപാട് കഴിഞ്ഞ ഒരു കേസാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതായത് ഗാർഹിക പീഡന കേസാണെങ്കിലും സ്ത്രീധന പീഡന കേസാണെങ്കിലും ഒക്കെയും നിയമത്തിന് അകത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ, ആ ഒരു നിയമത്തിനകത്ത് ഈ കേസ് വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ വ്യാജ പരാതികൾ കൊണ്ട് ഇത്തരത്തിലൊരു ചെറുപ്പക്കാരനെ ഉപദ്രവിച്ചു എന്നൊരു തരത്തിലേക്ക് ഈ കേസ് തിരിയാനുള്ള സാഹചര്യമാണ് ഇനി അങ്ങോട്ട് കാണാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റൊരു സാഹചര്യം കൂടി ഉള്ളത്, ഇനി രാഹുലിനെതിരെ നിലനിൽക്കാൻ സാധ്യതയുള്ളത്, രാഹുൽ വിവാഹിതനായ ശേഷം ഡിവോഴ്സ് വാങ്ങാതെ മറ്റൊരു വിവാഹം കഴിച്ചു എന്നൊരു കേസ് മാത്രമേ ഉള്ളൂ. അതിലും ഈ പെൺകുട്ടി ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. തന്റെ നിർബന്ധപ്രകാരമാണ് രാഹുലേട്ടൻ അങ്ങനെ ചെയ്തത്, താനാണ് പറഞ്ഞത്, കുഴപ്പമില്ല, ഈ എടുത്ത ഡേറ്റിൽ തന്നെ വിവാഹം കഴിക്കാം എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നതെന്ന്. അതായത് നിരവധി ആരോപണം ഉണ്ടായിരുന്നു ആജ്ഞ. സ്ത്രീധനം വാങ്ങി, സ്ത്രീധന പീഡനം ഉണ്ടായിരുന്നു, വീട്ടിൽ വെച്ച് മർദ്ദനമുണ്ടായിരുന്നു, മാതാപിതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം കുറേ നാളുകൾ കേരളം ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീധന പീഡന കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങളുമൊക്കെ സമൂഹത്തിലുണ്ടായ സാഹചര്യം കൂടിയുണ്ട്. ഈ രാഹുലിനെതിരെ പോലും മറ്റ് ചില വിഷയങ്ങളും കടന്നു വന്നു. ഇതൊക്കെ എല്ലാം ഇല്ലാതാവുകയാണ്. മൊത്തം തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് വെച്ച്, അഭിഭാഷകൻ പറഞ്ഞത് വെച്ചാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഈ കേസിൻ്റെ ഒരു ഗതി ഇനി എന്താകും? പെൺകുട്ടിയടക്കം നിയമ നടപടി നേരിടേണ്ട പശ്ചാത്തലം ഒരുങ്ങി വരികയാണ്. പക്ഷെ രഞ്ജിത്ത്, അതിനകത്ത് മറ്റൊരു സാഹചര്യമുള്ളത്, ഈ പെൺകുട്ടിയുടെ ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും സംസാരിച്ചതിൽ നിന്നും ഈ പെൺകുട്ടി ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു എന്ന് വ്യക്തമാണ്.
അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു സംസാരത്തിലേക്ക് അവരെത്തി. രാഹുൽ തല്ലിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തുന്നുണ്ട്. മാത്രമല്ല രാഹുൽ വിവാഹിതനായിരുന്നു. ആ വിവാഹം ഡിവോഴ്സ് ചെയ്യാതെയാണ്, രജിസ്റ്റർ മാരേജ് കഴിച്ചിരുന്നു. ആ പെൺകുട്ടിയുമായി കുറെ ദിവസം 10-15 ദിവസം ബാംഗ്ലൂരിൽ താമസിച്ചിരുന്നു. അതിനുശേഷമാണ് വിവാഹം, അതായത് ഔദ്യോഗിക വിവാഹത്തിലേക്ക് വന്നത്, ചടങ്ങുകളിലേക്ക് വന്നത്. അന്നേരം വിവാഹത്തിൽ നിന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതും സ്ത്രീധനം നിരന്തരം ഇങ്ങനെ പണം ആവശ്യപ്പെട്ടു കൊണ്ടുണ്ടായ ഒരു തർക്കത്തിനൊടുവിലാണ് എന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വെളിപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ ആ തരത്തിൽ ഉപദ്രവിക്കരുതെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആരും ആ പെൺകുട്ടിയുടെ പിന്നാലെ പോകാതെന്ന്, അല്ലെങ്കിൽ അവരുടെ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് പോകാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു സാഹചര്യത്തിൽ പോലും നമ്മളിപ്പോൾ ഇത്തരം തെളിവുകൾ, ഈ പെൺകുട്ടി ഇപ്പോൾ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഇത്തരം തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ മീഡിയകളിലുണ്ട്, എല്ലാ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ അതാണ് ഇത് വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ കേരളീയ സമൂഹം തന്നെ ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ആശയക്കുഴപ്പത്തിലാകുന്നു. ആ പെൺകുട്ടി പറയുന്നത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും അഭിഭാഷകനും ചേർന്ന് തന്നെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് സത്യമാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ്റെ കുടുംബമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയായി ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടി വരും. അതിനുള്ള നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടിയും വരും. നമുക്ക്